നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതുകൊണ്ട് എന്താ കാര്യം? സമയമായപ്പോൾ കുട്ടികൾ ഓരോരുത്തരായി വരാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഫാത്തിഹോദി പരിപാടി തുടങ്ങാൻ പോവാണ്. മക്കളുടെ അദബൊക്കെ ഇതിൽ നന്നായിട്ട് കാണാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഹാജരെടുത്ത ശേഷം നമ്മൾ ആദ്യം തന്നെ ഖുർആൻ ഓതി നല്ല ശ്രദ്ധയോടെ കൂടെ ആയിരിക്കും കുട്ടികൾ ഖുർആൻ ഓതുക. ആ കാഴ്ചയാണ് ഈ കാണുന്നത്. ആയത്തിന്റെ അർത്ഥം എന്താ ചോദിച്ചാൽ ആകാശത്തിനൊരു തൂണും ഇല്ലാതെ അല്ലാഹു തആല സൃഷ്ടിച്ചു. ചില ദിവസങ്ങളിൽ നമ്മൾ ഖുർആന്റെ അർത്ഥവും പറഞ്ഞു. പണ്ടത്തെ പോലെയല്ലേ ഇപ്പോൾ ഖുർആൻ നന്നായിട്ട് പഠിക്കാൻ കുട്ടികൾക്ക് ബുക്കിൽ തന്നെ QR കോഡും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബോക്സ് ഓടുന്നത്. പക്ഷെ നമ്മുടെ ലക്ഷ്യം അത് മാത്രമായിരുന്നില്ല. നബിദിന പരിപാടിയുടെ റിഹേഴ്സൽ നമ്മൾ ഇത് വെച്ചിട്ടാണ് നടത്തുന്നത്. പക്ഷേ ബോക്സിൽ നല്ല ലേറ്റ് ആയതുകൊണ്ട് കുട്ടികളുടെ ശ്രദ്ധ ഫുൾ അങ്ങോട്ടാണ്. പരിപാടി ഫുള്ളായി പഠിക്കാത്തവരൊക്കെ നന്നായിട്ട് പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. മൈക്കിൽ പാടുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ നല്ല ആവശ്യത്തിലാണ്. കുട്ടികളുടെ ഫുൾ ശ്രദ്ധയൊന്നും നമുക്ക് പിടിച്ചു കയറ്റാൻ പറ്റില്ല. എങ്കിലും നല്ലൊരു പാട്ട് വന്നപ്പോൾ കുട്ടികളെല്ലാവരും നിശബ്ദരായി. അങ്ങനെ പോവാൻ സമയമായപ്പോൾ കുട്ടികളെല്ലാവരും സ്വലാത്തില്ലേ. കുട്ടികളെല്ലാവരും സലാം പറഞ്ഞിട്ടേ പോവാറുള്ളൂ. സൈക്കിളിനെ കുറിച്ചാണോ അറിയില്ല, നല്ല ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, എന്നാ അസ്സലാമു അലൈക്കും.